നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എതിർപ്പ് അവഗണിച്ച് ടോളിന് പച്ചക്കൊടി, കിഫ്ബി റോഡുകളിൽ പിരിവ് ഉറപ്പ്. വ്യവസായ രംഗത്ത് വൻ മാറ്റങ്ങൾ, ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കം. ചികിത്സകൾ വിഫലം, അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ കാട്ടാന ചരിഞ്ഞു. കൊള്ളയടിച്ച ആയുധങ്ങളെല്ലാം തിരികെ നൽകണം, അന്ത്യശാസനവുമായി മണിപ്പൂർ ഗവർണർ. ചരിത്ര നേട്ടം, ഗുജറാത്തിനെ തോൽപ്പിച്ച് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. എതിർപ്പുകൾ മറികടന്ന് കിഫ്ബി ടോൾ ഉറപ്പിച്ച് LDF. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ച എതിരഭിപ്രായം തള്ളിയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ സർക്കുലർ പുറത്തിറക്കിയത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി ഇടതുമുന്നണി ഘടകകക്ഷികൾ എതിർപ്പുന്നയിച്ചിട്ടും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന LDF തീരുമാനം. മദ്യനിർമ്മാണശാല പാടില്ലെന്ന് CPIയും RJDയും കട്ടായം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ചെവിക്കൊണ്ടില്ല. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടു പോകാമെന്ന് തീരുമാനിച്ച ഇടതുമുന്നണി നേതൃത്വം കിഫ്ബി ടോളിന്റെ കാര്യത്തിലും സർക്കാരിന് നൽകുന്നത് പച്ചക്കൊടി. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷമുണ്ടാകാത്ത നടപടികളാണ് കിഫ്ബിക്ക് ആവശ്യമെന്നും സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും ഇടതുമുന്നണി നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ടോൾ വിരുദ്ധ സമീപനത്തിൽ വെള്ളം ചേർത്തതും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ടു പോകുന്നതിലും CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ കടുത്ത വിയോജിപ്പ് CPM പരിഗണിക്കുന്നതേയില്ല. മറ്റെല്ലാ വിവാദ തീരുമാനങ്ങളിലെന്ന പോലെ കിഫ്ബി ടോളിലും മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ച് മുന്നണി അനുസരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന സർക്കുലർ. വിവാദ വിഷയങ്ങളിൽ പാർട്ടി നിലപാട് മുന്നണി നേതൃത്വത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനാകാത്തതിൽ CPI നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ അമർഷമുണ്ട്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമവേദിയിൽ കേരളത്തിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി അനുവദിച്ചു. ആകെ 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. As the Minister of Road Transport, I am really happy that today already in Kerala we have completed the project costing more than 20,000 crores. And at the same time, the projects which are in the process, the ongoing project, the cost is 60,000 crore. And at the same time, I am very happy to announce some new project for Kerala by taking the chance of this conference. The most important thing, the Kerala infrastructure. The road infrastructure is very important. We are 31 upcoming projects of length 896 km costing 50,000 crore. I am today declaring the all details of this project. One is 4-laning of Palakkad, Kozhikode, strength of NH 966, 5 packages, Palakkad, Mallapuram, Kozhikode district, length 120 km and cost is 10,814 rupees. All 5 packages are under bidding stage. Within 3 months, we will start the work of this project. This is one of the important road costing 10,814 crore. The seamless connectivity between Palakkad and Kozhikode in Kerala and connectivity between the northern Kerala and industrial town of Coimbatore, Salem is very important. Connects towns such as Perumanna, Vajur, Tubur, Marnakkad, Malappunja, Marutha Road. The other important project is 6-lane of Ernakulam bypass from Angamali to Kudunur, section NH 554 in Ernakulam district. The length is 45 km and cost is 6,500 crore. DPR is in process. Within 6 months, we will start this project and the stretch bypasses entire Kochi city and ensures seamless connectivity along NH 544 from Thrissur to pass on to NH 66. Decrease the travel time from existing 1.5 hours to 20 minutes. And this is really important for Kerala. The other project is Thiruvananthapuram Outer Ring Road. That is 62.7 km and cost of the project is 5,000 crore. Within 4 to 5 months, we will start this project. We are going to start the land acquisition and after receiving 90% of the land, we will immediately start this project. DPR is already we have received the DPR. The stretch acts on an outer ring road of the Thiruvananthapuram city.
ensures seamless connectivity for the port-bound traffic to Vizhinjam International Seaport and will act as the main corridor for the port-bound development which is going to develop. The four-laning of Edomon-Kollam section, 38.6 km in Kollam district, the cost is 3,000 crore. We are within 4 to 5 months immediately start. The DPR is in progress. Immediately we start this project. It ensures seamless connectivity between in Kerala to Madurai in Tamil Nadu, connects the towns of Edamon, Shungottai, Tenkashi, and Tirunelveli. They decrease the travel time from maximum 6 hours to near 2 hours. This is also equally important. At the same time, in Kerala, it is one of the abundant, we have rubber and spices. Spices such as paper and all these, they are very important. There is export potential. As a MSME minister, when I was in charge for MSME, I took a lot of initiative regarding that. So my suggestion is, this is to be one of the important strengths. And rubber, we are trying that whether we can use the rubber into bitumen, but the cost point of view it is a problem. So the used tire rubber now we are using in bitumen, but we will think about it how we can increase the use of rubber in different part of our road construction. പാലക്കാട് മലപ്പുറം പാത 10,000 കോടിയും അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് 5,000 കോടി അനുവദിക്കും. ദേശീയപാത 544-ലെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കും. റബ്ബർ അധിഷ്ഠിതമായ റോഡ് നിർമ്മാണം കേരളത്തിലെ റബ്ബർ മേഖലയ്ക്കും ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ വഴിയാണ് കേന്ദ്രമന്ത്രി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ പുരോഗമിക്കുമ്പോൾ കേരളത്തിന് എങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കാനാകുമെന്ന് ചോദിച്ച കേന്ദ്രമന്ത്രി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ അനുകൂലിച്ചും സംസാരിച്ചു. പദ്ധതി നടപ്പിലായാൽ തിരുവനന്തപുരത്തിനും കാസർഗോഡിനുമിടയിലെ യാത്രാസമയം കുറയുമെന്നും അറിയിച്ചു. രാജ്യത്തെ മികച്ച പാർലമെന്റേറിയനായിരുന്നു കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എന്ന് പീയൂഷ് ഗോയൽ പ്രശംസിച്ചു. കേരളം എനിക്കിഷ്ടമാണ്, പക്ഷേ ഇവിടെ താമര വിരിഞ്ഞിട്ടില്ലെന്നായിരുന്നു നർമ്മം കലർത്തി പീയൂഷ് ഗോയലിന്റെ മറുപടി. കൊച്ചി ജലമെട്രോയെ പ്രശംസിച്ച കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി വാട്ടർ മെട്രോയെപ്പറ്റി കേരളത്തിൽ നിന്ന് പഠിക്കുവാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് അഭ്യർത്ഥിക്കുമെന്നും അറിയിച്ചു. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലൂടെ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. LDF പ്രതിപക്ഷത്താകുമ്പോഴും ഇതുപോലെ പിന്തുണ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് ചൌധരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി, ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുൾ ബിൻ അദേൽ ഫക്രോ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി, CII പ്രസിഡന്റായ ITC ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജീവ് പുരി, അദാനി പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി എന്നിവർ ചടങ്ങിൽ പ്രത്യേക പ്രഭാഷണം നടത്തി. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ സ്വാഗതവും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് നന്ദിയും അറിയിച്ചു. And I would say my brother, Mr. P. Rajiv, Honorable Minister for Industries, Law and Coir, that when Mr. P. Rajiv was an Honorable Member of Parliament in the Rajya Sabha, along with me, and in the initial period we were both in the opposition together, I can say on record that he was one of the finest parliamentarians I have come across in my life. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasargod, which will reduce the time to only 4 hours. മുൻ സർക്കാരുകളുടെ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കി ഉത്തരവിറക്കി ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലെ നിയമനങ്ങളാണ് റദ്ദാക്കിയത്. വിവിധ കോർപ്പറേഷനുകൾ, ആശുപത്രികൾ, വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കി. പുതിയ നിയമനത്തിന് പ്രൊപ്പോസൽ സമർപ്പിക്കാനും മുഖ്യമന്ത്രി രേഖയുടെ നിർദ്ദേശമുണ്ട്. ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കായി 3 വസതികളുടെ പട്ടിക പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചു.
2 വസതികൾ ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലും ഒരെണ്ണം സിവിൽ ലൈസൻസിലുമാണ്. ഏത് വസതിയെന്ന് മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിച്ച ശേഷം തീരുമാനിക്കും. കഴിഞ്ഞ ദിവസമാണ് ദില്ലി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മൻജീന്ദർ സിംഗ്, രവീന്ദ്ര ഇന്ദർജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യതലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖ ശർമ്മ. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദയടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി BJP തെരഞ്ഞെടുത്തത്. BJP മഹിളാ മോർച്ച ദേശീയോപാധ്യക്ഷയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖ ഗുപ്ത. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ BJP ദില്ലി ഭരിക്കാനേൽപ്പിച്ചത് വ്യക്തമായ കണക്കുകൂട്ടുകളോടെയാണെന്നാണ് വിലയിരുത്തൽ. ABVPയുടെ തീപ്പൊരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖ ഗുപ്ത. നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. 2007 ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കൗൺസിലറായി. 2012ലും 2022ലും ജയം ആവർത്തിച്ചു. BJPയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ വഹിക്കുകയും ചെയ്തു. ലോകത്താകെയുള്ള നിക്ഷേപകരെ ഒരുമിച്ച് ചേർക്കാനാണ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് സാങ്കേതികമായ പ്രതിസന്ധികൾ ഉണ്ടാകില്ല. നിക്ഷേപ സൗഹൃദം ഒരുക്കുന്നതിൽ സർക്കാരിന് വലിയ പങ്കുണ്ടെന്നും കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. I am very much proud to declare that the opposition is taking an initiative for the beginning of a new culture. We are giving our full support in all aspects to the government to make Kerala investment friendly. I am happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture. നിക്ഷേപകർക്ക് കേരളത്തിനോടുള്ള താല്പര്യമാണ് ഈ കാണുന്നതെന്നും ഉച്ചകോടിക്കെത്തിയ പ്രതിനിധികളെയും ആയിരങ്ങളെയും സാക്ഷിയാക്കി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി മുടക്കമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. നിക്ഷേപകർക്ക് ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ പ്രത്യേകം മുൻകൈ എടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. എല്ലാ റോഡുകളും മികച്ച നിലവാരത്തിലാക്കും. കേരളത്തിൽ വരുന്ന നിക്ഷേപകർക്ക് വ്യവസായം തുടങ്ങാൻ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർനെറ്റ് അവകാശമാക്കിയ സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തി. 6200 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും തുടങ്ങി. വിഴിഞ്ഞം പദ്ധതി വികസനം 2028 മുൻപ് പൂർത്തിയാക്കും. കൊച്ചി ബാംഗ്ലൂരു വ്യവസായിക ഇടനാഴിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1ാം സ്ഥാനത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ സൗഹൃദത്തിൽ കേരളം 1ാമതാണ്. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ചാന്ദ്രയാൻ പദ്ധതിയിലടക്കം പങ്കാളികളായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്കായി നിരവധി വ്യവസായ പ്രമുഖരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും എത്തിയിട്ടുണ്ട്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കപ്പെടുന്നത്. 26 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഉച്ചകോടിയിൽ സന്നിഹിതരാകുന്നത്. ഷാർജ, അബുദാബി, ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള വ്യവസായ വാണിജ്യ സംഘടനകളും ഉച്ചകോടിക്കെത്തും. വിദേശ പ്രതിനിധികളടക്കം 3000 പേർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ വിവിധ മേഖലകളെക്കുറിച്ചുള്ള 30 സെഷനുകളും നടക്കും. Distinguished guests on and off the dais, I am extremely happy to be part of this meet and deliver this address before this August gathering. At the outset, let me thank all guests who are here for having spared valuable time out of their busy schedule to be part of this meet. This shows the interest
you have in Kerala's development. Kerala is a state renowned for its natural beauty and has been an attraction for tourists from within the country and abroad. We have a strong indigenous medical system, Ayurveda, which too has attracted people from all over the world. We preserve these natural advantages with the responsibility we owe to the nature and knowledge and venture into sunrise areas in our quest to build a knowledge society. Kerala's investment scenario is in the cusp of history. We are witnessing progress and change for the better in our investment arena. It is at this juncture that this summit is taking place, bringing together global investors, visionaries in the field, experts and policy makers, aiming to explore the investment potential of Kerala and witness our initiatives towards building an investor-friendly architecture in the state. The changes we have brought about now are not incremental but substantial. Kerala, the state which has become a noteworthy example of achieving a high score of in human development indicators, is now taking a leap towards achieving the status of an investment hub. The government here considers that it has a great role to play as a facilitator and a catalyst. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞു. മയക്കുവെടി വെച്ച് കോടനാട് എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചതോടെയാണ് കാട്ടാന ചരിഞ്ഞത്. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റാനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാകാമെന്നായിരുന്നു നിഗമനം. ഇന്നലെ നടത്തിയ പരിശോധനകളിലും മുറിവിനുള്ളിൽ നിന്ന് പുഴുക്കളെ പുറത്തെടുത്തിരുന്നു. മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് കൂടി ബാധിച്ചതോടെ ശ്വാസമെടുക്കുവാനും ആന ബുദ്ധിമുട്ടിലായിരുന്നു. ആനയുടെ തലയിലെ എല്ലുകൾ പോലും മുറിവിലൂടെ പുറത്തേക്ക് കാണുന്ന സ്ഥിതിയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് അതിരപ്പള്ളിയിൽ നിന്നും കൊമ്പനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്ക് വേണ്ടി കോടനാട് എത്തിച്ചത്. അതിനു മുമ്പ് കഴിഞ്ഞ മാസം 24-ന് ആനയ്ക്ക് ചികിത്സ നൽകിയതാണെങ്കിലും നില വഷളായതിനെ തുടർന്നാണ് കോടനാടേക്ക് മാറ്റി ചികിത്സ നൽകുവാൻ വനം വകുപ്പ് തീരുമാനിച്ചതും കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടിയതും. ആന രക്ഷപ്പെടുന്നതിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 30% സാധ്യത മാത്രമായിരുന്നു. വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന സമയത്താണ് ആകസ്മികമായി ആന ചെരിഞ്ഞതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഹൃദയാഘാതം കാരണമാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. 30% സാധ്യതയാണ് നേരത്തെ ഡോക്ടർമാർ പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായി സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. 2 വർഷത്തിനിടയിൽ 12 ആനകളാണ് ചെരിഞ്ഞത്. ആനകൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരടക്കം 300ഓളം കുടിയേറ്റക്കാർ പാനമയിലെ ഹോട്ടലിൽ തടവിലെന്ന് റിപ്പോർട്ട്. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് തടവിൽ കഴിയുന്നത്. ഹോട്ടലിന്റെ ജനാലയ്ക്കരികിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പുറത്തുവിട്ടു. പാനമയും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രകാരം ഈ ഹോട്ടലിലുള്ളവർക്ക് ഭക്ഷണവും മെഡിക്കൽ സേവനങ്ങളും നൽകുന്നുണ്ട്. മുറികൾക്ക് പോലീസ് കാവലുണ്ട്. അമേരിക്ക നാടുകടത്തിയതിനെ തുടർന്ന് പാനമയിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് രാജ്യത്തെ ഇന്ത്യൻ എംബസി അറിയിച്ചു. എന്നാൽ നാടുകളിലെത്തിക്കാൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ സൗകര്യമൊരുക്കുന്നതുവരെ ഇവർക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോട്ടലിലെ 40%-ലേറെ പേരും സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇക്കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഹോട്ടൽ ജനലിനെ സമീപത്തെത്തി സഹായം അഭ്യർത്ഥിച്ചത്. എന്നാൽ ഇന്നലെ ചൈനയിൽ നിന്നുള്ള ഒരു സ്ത്രീ പ്രദേശത്തെ ചില ആളുകളുടെ സഹായത്തോടെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പാനമയുടെ ദേശീയ ഇമിഗ്രേഷൻ സർവീസ് റിപ്പോർട്ട് ചെയ്തു. സ്ത്രീയെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കെതിരെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട
കുറ്റങ്ങൾ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പാനമയിലെത്തിയവരുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്തിലാണ്. 299 കുടിയേറ്റക്കാരിൽ 171 പേർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് സുരക്ഷാ മന്ത്രി ഫ്രാങ്ക് ചൊവ്വാഴ്ച പറഞ്ഞു. എന്നാൽ എത്ര സമയത്തിനകമായിരിക്കും ഇതുണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഒരു ഐറിഷ് പൗരനെ ഇതിനകം തിരിച്ചയച്ചിട്ടുണ്ടെന്ന് അബ്രിഗോ ചൂണ്ടിക്കാട്ടി. സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയാ മടങ്ങിപ്പോകാൻ കുടിയേറ്റക്കാർ തയ്യാറാവാത്തത് എത്ര കാലം ഹോട്ടലിൽ തങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ശേഷിക്കുന്ന കുടിയേറ്റക്കാരെ കൊളംബിയൻ അതിർത്തിയിലെ ഇടതൂർന്ന വനപ്രദേശമായ ഡാരിയൻ ഗ്യാപ്പിനടുത്തുള്ള ഒരു താൽക്കാലിക മൈഗ്രേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ സൂചിപ്പിച്ചു. വടക്കുഭാഗത്തുകൂടി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന അപകടം നിറഞ്ഞ പാതയാണ് ഡാരിയൻ ഗ്യാപ്പ്. നാടുകടത്തപ്പെട്ടവരെ പാർപ്പിക്കാനുള്ള സ്ഥലമായി ഇവിടം ഉപയോഗിക്കുന്നത് US ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ പാനമയുടെ പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരാഴ്ച പിന്നിട്ടതിന് പിന്നാലെ കർശന നടപടികളിലേക്ക് കടന്ന് കേന്ദ്ര സർക്കാർ. അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങൾ സറണ്ടർ ചെയ്യാൻ അവസരം നൽകി ഗവർണർ. സുരക്ഷാ സേനയുടെ ആയുധപ്പുരകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതും നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുള്ളതുമായ ആയുധങ്ങൾ 7 ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചേൽപ്പിക്കാനാണ് ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ ഉത്തരവ്. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കേന്ദ്രം ഏർപ്പെടുത്തിയത്. 1951 ശേഷം ഇത് 11ാം തവണയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വരുന്നത്. സംസ്ഥാനത്ത് നിലനിന്നിരുന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ബീരൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ബീരൻ സിംഗ് കാവൽ മുഖ്യമന്ത്രിയായി തുടരുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ വന്നത്. ഭരണഘടനയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത സാഹചര്യമില്ലെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതെന്ന് രാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ BJPയിൽ സമവായമുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് കേന്ദ്രമന്ത്രിസഭ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത്. ബീരൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ അദ്ദേഹത്തിന് പകരക്കാരനായി മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ മണിപ്പൂരിലെ BJP നേതാവായ ബിശ്വജിത്തിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടെങ്കിലും ആരുടെയും പേര് പറയാത്തതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് കാരണമായത്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ എല്ലാവരുടെയും പിന്തുണയുള്ള നേതാവിനെ കണ്ടെത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിന് കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യും. മണിപ്പൂരിനെ രാഷ്ട്രീയ അസ്ഥിരത, സാമുദായിക സംഘർഷങ്ങൾ, ഭരണപ്രതിസന്ധി എന്നിവ വലിഞ്ഞു മുറുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കെതിരെ ടെസ്ല മേധാവിയും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ഇലോൺ മസ്ക്. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ 2022 വോഗ് ഫോട്ടോഷൂട്ടിൽ സെലൻസ്കി പങ്കെടുത്തതിനെയാണ് മസ്ക് വിമർശിച്ചത്. വോഗ് കവർ ഫോട്ടോ ഉൾപ്പെടുത്തിയ എക്സിലെ പോസ്റ്റിനുള്ള മറുപടിയായാണ് മസ്കിന്റെ വിമർശനക്കുറിപ്പ്. യുദ്ധഭൂമിയിൽ ഒട്ടേറെ കുട്ടികൾ മരിക്കുന്നതിനിടെയാണ് സെലൻസ്കി ഫോട്ടോഷൂട്ട് നടത്തിയതെന്നും മസ്ക് വിമർശിച്ചു. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. സെലൻസ്കിയുടെയും ഭാര്യ ഒലീന സെലൻസ്കിയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വോഗ് ഫോട്ടോഷൂട്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആനി ലിബോവിറ്റ്സാണ് എടുത്തത്. ധീരതയുടെ ഛായാചിത്രം യുക്രൈന്റെ പ്രഥമ വനിത ഒലീന സെലൻസ്ക എന്ന പേരിട്ടിരുന്ന ഈ ഫീച്ചർ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന യുക്രൈൻ ജനതയുടെ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും എടുത്തു കാണിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ ഫോട്ടോഷൂട്ടിന്റെ സമയവും സ്വഭാവവും വിവിധ കോണുകളിൽ നിന്ന് വിമർശനത്തിന് ഇടയാക്കി. സെലൻസ്കിയുടെ ഫോട്ടോഷൂട്ടിനെതിരെ 2022 തന്നെ വിമർശനം ഉയർന്നിരുന്നു. US റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ലോറൻ ബോബേറ്റ്, ടെക്സസ് കോൺഗ്രസ് അംഗം മൈറ ഫ്ലോട്ടസ് എന്നിവർ ഫോട്ടോഷൂട്ടിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. US യുക്രൈന് $6,000 കോടി സഹായം നൽകുമ്പോൾ സെലൻസ്കി ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണെന്നാണ് US കോൺഗ്രസ് പ്രതിനിധികളുടെ വിമർശനം. യുദ്ധത്തിനിടെ ഫോട്ടോഷൂട്ട് നടത്തുന്ന യുക്രൈൻ പ്രസിഡന്റിന് ഇനി സഹായം നൽകേണ്ടതുണ്ടോ എന്നും ചില സെനറ്റ് അംഗങ്ങൾ ചോദിച്ചിരുന്നു. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെ മറികടന്ന് കേരളം ഫൈനലിൽ. ചരിത്രത്തിലാദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത്. മുംബൈയെ തോൽപ്പിച്ച വിദർഭയാണ് 26-ന് തുടങ്ങുന്ന കേരളത്തിന്റെ എതിരാളികൾ. 2 റൺസിനിടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കേരളം രണ്ടാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തു നിൽക്കെ
ഗുജറാത്ത് സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. ജലജ് സക്സേനയും അരങ്ങേറ്റക്കാരൻ അഹമ്മദ് ഇമ്രാനും രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിനായി പുറത്താകാതെ നിന്നു. ആദിത്യ സർവാദിയുടെ പന്തിൽ ബൗണ്ടറിക്ക് ശ്രമിച്ച നാഗാസ്വാലയുടെ ഷോട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിലടിച്ച സ്ലിപ്പ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തി. ജമ്മു കാശ്മീരിനെതിരെ 1 റൺ ലീഡിൽ സെമി ഉറപ്പിച്ച കേരളം ഗുജറാത്തിനെതിരെ 2 റൺസ് ലീഡിൽ ഫൈനലും ഉറപ്പിച്ച ചരിത്രം കുറിച്ചു. 1957 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ മത്സരിക്കാനിറങ്ങുന്നത്. ആദ്യ സീസണിൽ മദ്രാസിനും മൈസൂരുവിനും ആന്ധ്രയ്ക്കും ഹൈദരാബാദിനുമെതിരായ എല്ലാ മത്സരങ്ങളിലും തോറ്റായിരുന്നു കേരളം അരങ്ങേറ്റം കുറിച്ചത്. രഞ്ജിയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ കേരളം പിന്നെയും കാത്തിരിക്കേണ്ടി വന്നത് 4 പതിറ്റാണ്ടോളമായിരുന്നു. 1994-95 KN അനന്തപത്മനാഭന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ കേരളം ദക്ഷിണ മേഖലാ വിജയികളായി പ്രീ ക്വാർട്ടറിലെത്തിയാണ് മികവ് കാട്ടിയത്. 1996-97 സീസണിൽ ദക്ഷിണ മേഖലാ ജേതാക്കളായ കേരളം സൂപ്പർ ലീഗിലേക്ക് യോഗ്യത നേടി. 2002-2003 പ്ലേറ്റ് ലീഗ് ഫൈനലിലെത്തിയ കേരളം 2007-2008 സീസണിൽ പ്ലേറ്റ് ലീഗ് സെമി ഫൈനലിലെത്തി. 2017-2018 സീസണിലാണ് അതിനുശേഷം കേരളം മികച്ച പ്രകടനം നടത്തിയത്. ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതെത്തിയ കേരളം ആദ്യമായി രഞ്ജി ക്വാർട്ടറിലെത്തി. 2018-2019 സീസണിൽ ആദ്യമായി രഞ്ജി സെമിയിലെത്തിയ കേരളം ദേശീയ തലത്തിലും ശ്രദ്ധേയരായി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി രഞ്ജിയിൽ കാര്യമായ നേട്ടം കൊയ്യാതിരുന്ന കേരളം ഇത്തവണ ഒരടി കൂടി കടന്ന് ചരിത്രത്തിലാദ്യമായി ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ 10ാം വിക്കറ്റിൽ റെക്കോർഡ് കൂട്ടുകെട്ടുമായി സൽമാൻ നിസാറും ബേസിൽ തമ്പിയും ചേർന്ന് നടത്തിയ പോരാട്ടമാണ് ജമ്മു കാശ്മീരിനെതിരെ 1 റൺസിന്റെ നിർണായക 1ാം ഇന്നിംഗ്സ് ലീഡുമായി കേരളത്തിന് സെമി ബർത്ത് ഉറപ്പിച്ചത്. ബന്ദിമോചനത്തിന്റെ ഭാഗമായി ഹമാസ് വിട്ടു നൽകിയ മൃതദേഹം ഷിരി ബബാസിന്റേതല്ലെന്ന് ഇസ്രായേൽ. ഹമാസിന്റേത് ബന്ദി കൈമാറ്റ വ്യവസ്ഥകളുടെ ഗുരുതരമായ ലംഘനമാണ്. ഷിരി ബബാസിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്നും ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടു. തിരിച്ചറിയൽ പ്രക്രിയയിൽ ലഭിച്ച മൃതദേഹം ഷിറി ബിബാസിന്റേതല്ലെന്നും ഇതൊരു അജ്ഞാത മൃതദേഹമാണെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ കുറിച്ചു. വ്യാഴാഴ്ച ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റേതടക്കം 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദിയായ കിർഫ് ബിബാസിന്റെയും 4 വയസ്സുള്ള സഹോദരൻ ഏരിയലിന്റെയും മാതാവ് ഷിറി ബിബാസിന്റെയും ഒഡസിന്റെയും മൃതദേഹങ്ങളാണ് കൈമാറിയിരുന്നത്. ഇതിൽ ഷിറി ബിബാസിന്റെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഷിറി ബിബാസും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനുവേണ്ട തെളിവുകൾ ഹമാസ് ഹാജരാക്കിയിട്ടില്ല. കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടന്നത്. ഇസ്രായേലിന് ഇത് സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസയ്ക്ക് സമീപമുള്ള പ്രദേശത്തു നിന്നും ബിബാസ് കുടുംബത്തെ ഹമാസ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ 10 മാസമായിരുന്നു കിർഫിന്റെ പ്രായം. 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കിർഫും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി 2023 നവംബറിൽ ഹമാസ് അറിയിച്ചിരുന്നു. എന്നാൽ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ മാസം തുടക്കത്തിൽ ജയിലിലെ ബന്ദികളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ യാർദൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചിരുന്നു. 2 ആൺകുട്ടികൾക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചുവെന്നത് വ്യക്തമാകുന്നതുവരെ തങ്ങളുടെ യാത്ര അവസാനിക്കില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്നലെ നടന്നത്. അതിനിടെ ഇസ്രായേലിലെ ബാറ്റിയാം നഗരത്തിൽ സ്ഫോടനം നടന്നു. നിർത്തിയിട്ട 3 ബസ്സുകളിൽ സ്ഫോടനം ഉണ്ടായി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സ്ഫോടനത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ മറ്റ് 2 ബസ്സുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.